ഹലോ ഗൈസ്, അപ്പോൾ മല്ലു ബിസ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി, ഇന്നലെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ച് രാവിലെയാണ് എത്തിയത്. പിന്നെ ഒരു 2-3 മണിയൊക്കെ ടൈമിനാണ് നമ്മൾ ഊട്ടിയിൽ നിന്ന് എത്തിയത്. ഊട്ടിയിൽ നിന്ന് എത്തി പിള്ളേരെയൊക്കെ ഇറക്കി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷെഡിലായിട്ട് വന്ന് ഷെഡിൽ വന്ന് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയും കടിയൊക്കെ ക്ലീൻ ചെയ്തേ നമ്മുടെ ചെറുക്കന്മാർ കിടക്കണം ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെട്രിക്സ് ചേർക്കുന്ന ഫ്രണ്ട് കിടപ്പുണ്ട്. അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശ് അനന്തപുരം അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം അങ്ങോട്ട് പോകാൻ അങ്ങോട്ടുള്ള ഓട്ടമാണ്. അപ്പോൾ നമ്മൾ 2 വണ്ടിയാണ് പോണത്. കോളേജ് പിള്ളേർ അവിടെ കൊണ്ട് ആക്കാനാണ്, അതായത് അവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന പിള്ളേരെ അഡ്മിഷൻ്റെ കാര്യത്തിന് കൊണ്ട് എൻ്റെ പാരൻസുമായിട്ട് അവിടെ കൊണ്ട് ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വരും. അതാണ് പരിപാടി. അപ്പോൾ നമ്മുടെ അനിയൻ ചേട്ടനും അശാന്തി ചേട്ടനൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ ഈ ഫയർ സ്റ്റേഷൻ, ചേർത്തുള്ള ഫയർ സ്റ്റേഷൻ്റെ പറ്റക്ക് നിന്നാണ് ഓട്ടം. അതെ, ചെറുക്കൻ്റെ കിടക്കണം. നമ്മുടെ ക്രൂ ഇതേ അവിടെ നിൽപ്പുണ്ട്. ബാക്കി വിശേഷങ്ങൾ ലൈനെ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടിക്കകത്തിലെ നിർത്ത്. നമ്മുടെ പിള്ളേരും അതിൻ്റെ ഫാമിലീസും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പേര് പറഞ്ഞു നന്ദു. നമ്മളെ 2 വണ്ടീനെ നിയന്ത്രിക്കുന്ന നന്ദുവാണ്. അതേപോലെ തന്നെ അവിടുത്തെ നിങ്ങൾ എന്തിൻ്റെ സെറ്റപ്പാണ് നേച്ചിങ് കോളേജിലെ പിള്ളേരെ കൊണ്ടുപോകണത്. നമ്മുടെ പുലിമല വാദിക്കൊക്കെ കൂടി പോണതേ ഇത് ജോമൻ. അപ്പോൾ നമ്മുടെ ത്രിലോകനകത്ത് ജോമനാണ് അലമ്പല് നടന്നു പോയത്. അപ്പോൾ അതെ, ഇത് നമ്മുടെ ഫാമിലീസ് കേട്ടോ. അപ്പോൾ പുറകെ ഒരു വണ്ടിയുണ്ട് നമ്മുടെ മെട്രിക്സ്. അവർക്ക് ലൈനിൽ വഴിയുന്ന ആളെ എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെടുത്ത് പുറകെ വരും. അപ്പോൾ നമുക്ക് നേരെ ഓടി നിന്ന് നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ മെട്രിക്സ് കൂടി വന്നിട്ട് ഒരുമിച്ച് പോകും. അപ്പോൾ നമ്മൾ പ്ലാൻ. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ലൈനിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആന്ധ്ര പൊന്നനെ കാണാൻ പോയത്. ആന്ധ്ര പൊന്നിന് വേണ്ടി ആന്ധ്ര പൊന്നെ കാണാൻ പോയത്. അപ്പോൾ ഓക്കെ, ബാക്കി വിഷയങ്ങൾ ലൈനിൽ കാണിച്ചാൽ. പിന്നെ വേറെ ഒരാളെ നമ്മൾ കാണിച്ചില്ല, അനിയൻ ചേട്ടൻ. ഇന്നും അനിയൻ ചേട്ടൻ തന്നെ കേട്ടോ. അനിയൻ ചേട്ടൻ ഇല്ലാണ്ട് നമുക്കൊരു വീഡിയോ ഇല്ല. നമ്മൾ രാവൻ അനങ്ങണമെങ്കിൽ നമ്മുടെ അനിയൻ ചേട്ടനാണ്. അപ്പോൾ ഓക്കെ, ബാക്കി വിഷയങ്ങൾ പുറകെ കാണിച്ചാൽ. അതെ, നമ്മൾ നമ്മുടെ കറുകുറ്റി പമ്പിൽ കണ്ട ഇവിടെയാണ് നമ്മൾ ഫുഡിൻ്റെ പരിപാടി. ഫുഡ് കൊടുക്കാനും വാഷ്റൂമിൽ പോകാനൊക്കെ ഇട്ടത് നമ്മുടെ വണ്ടി ചെറുക്കന്തി കിടക്കണം. മെട്രിക്സ് വന്നതല്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുഡും കൊടുത്തവർക്ക് വാഷ്റൂമിലൊക്കെ പോയിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോണത് നേരെ ആന്ധ്രാപ്രദേശിന്. വേറെ ഒന്നുമില്ല, നേരെ ഇവിടെ നിന്ന് ഓടി നിൽക്കുക. നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂന്നാണ് പറയണത്. അത്ര ഓട്ടമുള്ളതുകൊണ്ട് ബാക്കി ലൈനിലും അങ്ങോട്ട് കാണിച്ചു തരാം. നമുക്ക് അവിടെ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും പാടുന്നതാണ്. നോക്കിക്കേ, ചെക്കന്മാര് കുറേ നേരമായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണ. പെട്ടെന്നാണ് കണ്ണിൽ പെട്ടത്. അവര് കുറേ നേരം കയ്യൊക്കെ ഇട്ട് കാണിക്കട്ടെ. നമ്മൾ എന്താണെന്ന് അറിയാൻ പാടാ. നോക്കിയപ്പോഴാണ് ചെക്കന്മാർ അല്ലേ പൊളിയല്ലേ. ചിരിച്ച മുഖത്തോടെ ഇരിക്കണം. പിള്ളേരൊക്കെ വെറുതെ ഹോണടിച്ച് ലൈറ്റ് ഇട്ട് കൊടുത്ത്. അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മുടെ ഫാൻസ് പിള്ളേരെ നമുക്ക് കണ്ട് അങ്ങോട്ട് പോവാം അല്ലേ. നമ്മള് എങ്ങും പിന്നെ അല്ലേ, അതേപോലെ എങ്ങും നമ്മൾ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് സേലം എത്താൻ പോണ്. സേലത്തിന് ഒരു 10-30 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നമുക്കിനി സേലം. തമിഴ്നാട് നമ്മൾ കണ്ട് മടുത്തു. ചായ കുടിക്കാൻ പോയത് മടുത്തിന് ചായ കുടിക്കാനായിട്ട് പോയത്. ഈ ഇങ്ങനത്തെ ഈ റോഡിലോട്ടൊക്കെ ഇത് കയറിയിട്ടൊരു പോക്ക് തുടങ്ങിയിട്ട് ആ പോക്ക് തന്നെ അല്ലേ. വേറെ ഒന്നുമില്ല, മല റോഡ് പിന്നെ സൈഡിലെ ചെറിയ കാട്, മല റോഡ് സൈഡിലെ കാട്. ഇത് തന്നെയാണ്, ഒന്നും പറയാനില്ല. അയ്യോ, ഈ റോഡിൻ്റെ അറ്റം എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്നാണ് ഇപ്പോൾ മനസ്സിലൊരു പ്രാർത്ഥന. ഇനിയിപ്പോൾ നമുക്ക് നേരെ ചായ കുടിക്കാനുള്ള പരിപാടി. ചായ കുടിക്കാണ്ട് നമ്മുടെ ചെറുക്കന്മാർ അവിടെ വണ്ടി സ്ഥലത്ത് ഒരു ലൊക്കേഷൻ ഒന്ന് പോയിട്ടുണ്ട്. അവിടെ ചായ കുടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പുറയിലേക്ക് നേരെ ചായ കുടിക്കാൻ പോയത്. കാരണം നമ്മൾ ആ ഊണ് കഴിച്ചിട്ട് ഇരുന്ന ഒരൊറ്റ ഇരിപ്പാണ്. പിന്നെ വാഷ്റൂമിൽ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ചവിട്ടിയതുള്ളൂ വണ്ടി. അല്ലാണ്ട് നമ്മൾ വേറെ എങ്ങും വണ്ടി ചവിട്ടില്ല. റണ്ണിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് നീണ്ട് നിവർന്ന് നടക്കണ ഈ നമ്മുടെ തമിഴ്നാട്ടിലെ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അടിപൊളിയാണ് അല്ലേ, ഭംഗിയാണ്, അടിപൊളിയാണ്. സൗന്ദര്യം കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ജംഗ്ഷൻ വരുമ്പോൾ അല്ലേ, സൗന്ദര്യം കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അനിയൻ ചേട്ടൻ്റെ
ഇന്ന് വിഷമിച്ച് ഓടിച്ച് വിഷമിച്ച് അനിയൻ്റെ ചായ വാങ്ങിച്ചു കൊടുത്താലേ എൻ്റെ മനസ്സിന് സമ്മാനം കിട്ടുള്ളൂ. കാരണം ഞാൻ പൊന്നുപോലെ കൊണ്ടു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ നമ്മുടെ അടുത്ത പരിപാടി ചായ കൂടിയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ബാക്കി വിശേഷങ്ങൾ ഇതേപോലെ തന്നെ ലൈനിൽ പതിയെ കാണിച്ചു തരാം അല്ലേ? അത് തന്നെ. നമുക്ക് ടൈം കിടക്കുവാണല്ലോ. ആന്ധ്രാപ്രദേശാണല്ലോ, ആന്ധ്രയാണല്ലോ, അവിടം വരെ ഉണ്ടല്ലോ, കാണിക്കല്ലോ. അപ്പോൾ ഓക്കെ, നമ്മുടെ അഹങ്കാരത്തിൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ ഈ കാണുന്നതല്ല. ഇത്രയും തമിഴ്നാട്ടിലെ റോഡ് അത് ഇത് അടിപൊളിയാണ്, മറ്റാണ് മറിച്ചാണ് സ്പീഡാണെന്നൊക്കെ പറഞ്ഞത് നോക്കിയേ. ഒരു വണ്ടി കയറിപ്പോയുള്ള ഗ്യാപ്പില്ലാത്ത രീതിക്കുള്ള ബ്ലോക്ക്. കാരണം വേറെ ഒന്നുമില്ല, അവിടെ കയറ്റുമാണ്, ഹൈ റേഞ്ചാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ലോഡും വണ്ടി പോകണുണ്ട്. ഈ കൂട്ടുകാരനാണ് നമുക്ക് ഇത്ര മണിയാണ് കയറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ വഴിക്ക് വേറെ പ്രത്യേകം കൂടിയുണ്ട്. അന്ന് കുറേ നാൾക്ക് മുമ്പ്, ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു നമ്മുടെ സിമെൻറ്റ് ലോറി പെട്ടെന്ന് സ്പീഡിൽ വന്ന് നേരെ ഒരു വളവിൽ വന്ന് മറിഞ്ഞ് വീണ് കുറേ ഗതാഗതങ്ങൾ തടസ്സമൊക്കെപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഇത് സംഭവിച്ചത്. ഒരു പാലത്തിലേക്ക് വന്ന് മറിഞ്ഞ് വീണ് പോയത്. അത് ഈ വഴിയിലാണ്. ഞാൻ നമ്മുടെ ഈ വണ്ണത്തിൻ്റെ നൈറ്റ് സർവീസിൽ ഓടിക്കൊണ്ടിരുന്ന ടൈമിന് എനിക്ക് ഇന്നപോലെ നമ്മുടെ വണ്ടിയിലുണ്ടാകുന്നതാണ് എന്നെ ഈ സ്ഥലം കാണിച്ചു തന്നത്. ഇന്നപോലെ സംഭവിച്ച് ഇവിടെ ആയിരുന്നു. പിന്നെ നമ്മുടെ മെട്രിക് തീർക്കാൻ ഫ്രണ്ടേ പോകുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റൊരുത്തനാണെന്നു. ഇവനാണ് പറഞ്ഞത്. അത് തന്നെ, ഇവൻ ഒറ്റൊരുത്തനാണ് എല്ലാത്തിനും കാരണം. അക്കന്മാർ അവിടെ അകത്ത് ഡീജെ ഇറന്നിട്ടിരിക്കണം അവിടെ. ഞങ്ങളിവിടെ സിനിമയൊക്കെ കണ്ടിങ്ങനെ പതിയെ അല്ലേ, അത് പതിയെ രാവിൻ പൂന്തേം തേടും പൂങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പതിയെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓടി ഒരു ഹൈ റേഞ്ചിൽ എത്തിയൊക്കെയാണ് കേട്ടോ. ഒരു തിക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെട്രിക്സ് കിടക്കാൻ ഫ്രണ്ടേ പോകുന്നുണ്ട്, നമ്മൾ ബാക്കിൽ. അങ്ങനെ ഹൈ റേഞ്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി, നല്ല തണുപ്പുകൊണ്ട് ഒരു ഒന്നും പറയാനില്ല, അടിപൊളി വൈബ്. ഒരു കവാടമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ഹൈ റേഞ്ചിലോട്ട് കയറുമ്പോൾ ഒരു കവാടോ, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിലോട്ട് കയറുമ്പോൾ ഒരു കവാടമൊക്കെ ഉണ്ട്. എത്ര മണിക്കായിരുന്നു ഇറങ്ങിയത്? രാവിലെ 7 മണിക്ക് ഇറങ്ങിയാണ്. രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മളങ്ങനെ ഓടി ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ AP കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കണത്. ഇവിടെ ഫുള്ള് തരിശ് ഭൂമിയുടെ ഇടയിൽ കൂടി. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലത്തെ തന്നെ ആ ഒരു സെറ്റപ്പ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ ചെറുക്കത്തെ എന്ത് പറയാണ് നീ അടുത്ത പ്രാവശ്യം കോളേജിൽ പോകുമ്പോൾ ഒരു ഹൈദരാബാദിലേക്ക് ആക്കണം എന്നൊക്കെ പറയാനുണ്ട്. നമ്മളിനി ഓടിക്കൊണ്ടിരിക്കുക. നമുക്കിനി ഇവിടെ നിന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ എടുത്ത് ഓട്ടം ഉണ്ട് നമുക്ക്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ നേരെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചത് ഏതാണ് കോളേജ്, എന്താണ് പരിപാടി എന്നൊക്കെ എല്ലാം ഫ്രണ്ട് കൊണ്ട് വെടിയും കുറേക്ക് പോകണം. ഇല്ല അവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എത്രത്തോളം ഇല്ലേ ഫോക്കസ് ചെയ്ത സ്ഥലം. ഓക്കെ, അപ്പോൾ ബാക്കി ലൈനിൽ അങ്ങോട്ട് കാണിച്ചു തരാവേ. നമ്മൾ ചായ കുടിക്കേണ്ടത് കടയിലിട്ട് വന്നിട്ട് കുടിക്കണല്ലേ അതിലിച്ചിരി കുറച്ചു നേരം കുറച്ചു നേരം പറഞ്ഞ ഇടിക്കാട് കടയുണ്ട്. ഇപ്പൊ ടൈം എന്താണ്? 2:53. ഇപ്പൊ നമ്മള് ചായയും കുടിച്ച് പൈസയും കൊടുത്ത് നേരെ വിട്ടുപിടിക്കട്ടെ. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പൊ ടൈമില്ല. രാവിലെ തന്നെ ഓടി ചെല്ലണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ലൈനിൽ പറയാൻ കാണിച്ചരാവേ. നമ്മൾ ആന്ധ്രാപ്രദേശിൽ അനന്തപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇവിടെയാണ് നമുക്ക് പിള്ളേർക്ക് ഇന്നലെ നമ്മുടെ കോളേജിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമും കാര്യങ്ങളും കിട്ടിയില്ല. നമുക്ക് റൂമും കാര്യങ്ങളും സെറ്റാക്കാനായിട്ട് നമ്മുടെ ഇവിടെ അനന്തപൂർ നമ്മുടെ അതായത് ടൗണിലോട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ടൗൺ ഞാൻ കാണിച്ചിട്ടാണ് ഉണ്ടോ. ഈ കാണുകയാണ് നമ്മുടെ അനന്തപൂർ
അനന്തപൂർ ടൗൺ ഫുള്ള് തിരക്കാണ്. രാവിലെ ഇവിടെ വന്നു, രാവിലെ വന്നപ്പോൾ കിടന്നുറങ്ങിയായിരുന്നു. ഇവിടെ വന്ന് കിടന്നുറങ്ങി, നല്ല ക്ഷീണം ഉണ്ടാകുന്നുണ്ട്, കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പോഴാണ് APSRTC അവരെ ഭയങ്കര ക്രൗഡ്, ഭയങ്കര കച്ചറാണ് ഇവിടെ. വണ്ടികളാണ്, സ്റ്റാൻഡാണ് കേട്ടോ, ഈ സ്റ്റാൻഡാണ് ഇവിടെ. സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നമ്മുടെ റൂം നവ്യ അല്ലേ, നവ്യ ലോഡ്ജ്. സോമാനൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു വാങ്ങാത്തൊരു മനുഷ്യനാണ്. അത്ര മുട്ടണം ഇത്രന്നൊക്കെ പറയുന്നുണ്ട്. ആപ്പാടെ ഇംഗ്ലീഷിൻ്റെ ഹിന്ദിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിക്കുക, അല്ലാതെ രക്ഷിക്കുക. അതെ, റൂമിലായിട്ട് അത് കുറച്ച് നേരം കൊടുക്കുന്നത് വേണം. ആന്ധ്രാപ്രദേശില് അനന്തപൂർ അവിടെ എത്തി. നമ്മള് റൂമിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞപ്പോ. അത് കണ്ടിട്ട് നമ്മള് നമ്മുടെ വണ്ടിയുടെ അടുത്തൊക്കെ എത്തിയട്ടാ. വണ്ടി അടുത്തൊക്കെ എത്തിക്കാപ്പോ നമ്മുടെ അതെ ശ്രീ സായി നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ മിണ്ടാണ്ടിരിക്കാൻ വന്നു. ഇത് കണ്ട അലമ്പാണ് കേട്ടോ, അലമ്പ്. നിങ്ങൾ കാണുന്ന പോലെ അല്ല, നിങ്ങൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഭയങ്കര അലമ്പ്. നമ്മുടെ വണ്ടി അവിടെ പിള്ളേര് ഭയങ്കര അലമ്പ്. ഭയങ്കര അലമ്പെന്ന് വെച്ചാൽ ഭയങ്കര അലമ്പാണ് കേട്ടോ. ഈ പുള്ളിക്കാരുടെ ഇവിടെ ആരെങ്കിലും ഓടി വരുമോ സന്തകച്ചി? അത് തന്നെ, അതാണ്. അപ്പൊ നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് സാജുവിന്റെ മോളെ. അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ. നേരെ AP-ന്ന് നമ്മൾ നേരെ KL-ലേക്കാണ്. നമ്മുടെ ഇവിടെ നിന്ന് AP നമ്മൾ വിടു പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മുടെ മെട്രിക്സ് ചേർക്കാൻ ഫ്രണ്ട് പോകുന്നുണ്ട്, അതുപോലെ നമ്മുടെ റാമ ചേർക്കാൻ ബാക്കില്ലേ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ഓടിയെത്തി. ഓടിയെത്തിയല്ല, നമ്മൾ വന്ന പഠിക്കാനാണ് സ്ഥലം. അവിടെ ഇവിടെ കുറച്ച് കടകളുണ്ട്. ഇതുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കടകളെല്ലാം കൂടി അടുപ്പിച്ചുള്ളൊരു സ്ഥലത്ത്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയ ഇവർക്ക്. അതെ, ഇവിടെയും കടകളുണ്ട്. ഇതുണ്ട ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ്റൂം ഒന്നുമില്ല ലേഡീസിന് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നും ഒരു കുറച്ച് പേര് കഴിക്കണമെന്ന് പറഞ്ഞു. കുറച്ച് പേര് അവിടെ കയറുന്ന കഴിക്കാനുണ്ട്. നമ്മുടെ ചെക്കന്മാരുത് ഇവിടെ രണ്ടുപേരും കിടപ്പുണ്ട്. ഇവിടുത്തെ ഹൈവേ ആണ് കേട്ടോ. പക്ഷേ ഇവിടെ തന്നെ പ്രത്യേക 10-35 കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇനി കടയുള്ളൂ. ഇനി ഇവിടെ വേറെ കടകളൊന്നുമില്ല. ഇനി എന്താ പറയണ്ട, ചായ കുടിക്കാനുള്ളൊരു ചെറിയ കട പോലും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതെ, അവരിവിടെ ചപ്പത്തിരിക്കുന്ന അനിയഞ്ചേനും നമ്മുടെ അശാന്തിയാനും കൂടി പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ നേരെ നമ്മൾ കോർഡിനേറ്റർ കേൾക്കണം. ബാക്കിയുള്ളവരോടെ നിൽപ്പുണ്ട് നമ്മുടെ ചെറുക്കൻ്റെ. അപ്പോൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനി ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്ഥലം. ചപ്പാത്തി അടിക്കാണ്ട് അനിയഞ്ചേനൊക്കെ പോയിരിക്കുക. അതൊക്കെ അറിയുന്നു. ആ പരിപ്പൊക്കെ കഴിച്ചതിൻ്റെ പണിയുള്ളൂ. പരിപ്പൊക്കെ കഴിച്ച പണി പോവാം. എനിക്ക് 2 ചപ്പാത്തി ഞാനും കഴിക്കാമല്ലോ. പുള്ളിക്കട്ടല്ലേ? അല്ല, എന്റെ ഉച്ചക്കത്തെ പറ്റില്ല, ഞാൻ വേറെ പോയാ. പാടത്തിൽ വാങ്ങി വീട്ടിൽ പോകാനാ തരുന്നതും വാങ്ങി വീട്ടിൽ പോകാൻ പൈസ ഇല്ലപ്പ. അപ്പൊ അതിന് നേരെ ഫുഡ് കഴിക്കാം. ചപ്പാത്തി പറഞ്ഞത് അവിടെ ചൂട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ മെട്രിക്സ് ചേർക്കാൻ കിടക്കണം. ചപ്പാത്തി കഴിക്കാം. ഓക്കെ. ഫുള്ള് ബ്ലോക്ക്, ഒരു രക്ഷയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. ഇത് ഫുള്ള് എത്ര ഒരു 4-5 കിലോമീറ്ററിന് അപ്പുറം വരെ ഉണ്ടാവും ബ്ലോക്ക് അല്ലേ? എത്ര ഉണ്ടാവൂലേ?
ഇത്ര മൊത്തം ബ്ലോക്ക്. കാരണം ഇവിടെ എന്തോ ആക്സിഡന്റ് നടന്നിട്ട് ബ്ലോക്കായി കിടക്കണേ. ഇപ്പോൾ 1 മണിക്കൂർ അടുത്ത് എടുക്കുമെന്ന് പറഞ്ഞു വണ്ടി പോകാനായിട്ട്. നമുക്ക് ഇതുവരെയായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതേപോലത്തെ ഒരു ബ്ലോക്ക്. വണ്ടികൾ ഇത് ഹൈവേ അല്ലേ, 6 കിലോമീറ്റർ അടുത്ത് ബ്ലോക്കാണ് വണ്ടി. 6 കിലോമീറ്റർ അടുത്താണ് ബ്ലോക്ക്. എന്തോ ആക്സിഡൻ്റാന്ന് പറഞ്ഞത്, പക്ഷെ എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് പോകട്ടെ 1 മണിക്കൂർ ഡിലേ പിടിക്കുമെന്ന് തുടങ്ങണം. നമ്മളങ്ങനെ ഓടി 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 നമ്മൾ തമിഴ്നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ആന്ധ്രാപ്രദേശ്, ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സേലത്ത് എവിടെ സേലം കഴിഞ്ഞിട്ടുണ്ട് ടോൾ. അപ്പൊ സേലം കഴിഞ്ഞിട്ടുള്ള ടോൾ തൂക്കം വീഡിയോ എടുത്ത് സേലം കഴിഞ്ഞിട്ടുള്ള ടോൾ ചേർത്തത്. കാരണം എല്ലാവർക്കും നമ്മുടെ മെട്രിക്സ് ചേർക്കാൻ എന്ത് ചെയ്യുക, നമ്മുടെ റാവൻ ചെറുക്കും കിടക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ ഷോപ്പിലാണ് നമ്മൾ നിർത്തിയത്. അത് കാരണം വരുന്നില്ല, അവർക്ക് ചായ കുടിക്കാനും വാഷ്റൂമിൽ പോകാനും കാര്യങ്ങൾക്ക് കൊണ്ട് നിർത്തിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഓട്ടം ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നും നല്ല രീതിക്കുള്ള ഓട്ടം. നമ്മൾ വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോടെയൊക്കെ കൂടി, 5 മണി 6 മണിയോടെ കൂടി നമ്മൾ നാട്ടിലെത്തുള്ളൂ. ഇതാണ് നമ്മുടെ ടോൾ. നമ്മുടെ ചെറുക്കൻ എല്ലാവരും അവിടെ ഡ്രൈവർമാരും എല്ലാവരും റെസ്റ്റ് എടുക്കുന്നത്. നമ്മുടെ ഇതൊക്കെയാണ് നമ്മൾ കോർഡിനേറ്റർമാരാണ് കേട്ടോ. ഒരു കാര്യമില്ല, എന്തിനു വന്നാന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല. വെറുതെ വീഡിയോ എടുത്തപ്പോൾ ഡയലോഗ് അടിക്കണം, വീഡിയോ എടുത്തപ്പോൾ ചുമ്മാ ഡയലോഗ് അടിക്കണം. അല്ലെന്നേ, ഞാനെന്ത് ചെയ്യാൻ ഉറങ്ങിപ്പോയില്ലേ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളുടെ പുറകെ വരാം കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കട്ടെ. അത് മാറിക്കണ. അങ്ങനെ നമ്മൾ നമ്മുടെ സേലം കോയമ്പത്തൂർ റൂട്ടിൽ വന്നപ്പോൾ കണ്ടൊരു അമ്പലം ഉണ്ടാകാണ്ട്. അത് കറക്റ്റ് ഏകദേശം പഴനി പോലെ ഇരിക്കും കണ്ടാ. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു പഴനി, ആ ഒരു സെറ്റപ്പിലൊരു അമ്പലം. കൊള്ളാല്ലേ അല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? വൈബ് വൈബ് എന്നും പറയാം. അപ്പോൾ അതേ നമ്മളങ്ങനെ ഓടി ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തി കേട്ടോ. ഈ സിഗ്നലിൻ്റെ ഒക്കെ അവിടെ സ്ഥലമെന്നൊക്കെ ചോദിച്ചെൻ്റെ സ്ഥലപ്പേരൊന്നും അറിയാം. അപ്പോൾ അതെ നമ്മുടെ ആനന്ദ് ഭവൻ, നല്ല ഫുഡാണ്. എൻ്റെ വന്നോ അണ്ണൻ റോക്കി ബായ്, യദുചേട്ടൻ്റെ പേര് കേട്ടോ. റോക്കി ബായ്, റോക്കി ബായ്, റോക്കി ബായ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ ഫുഡ് കഴിക്കാനുണ്ട്. ഒരു സാധനം കഴിച്ചിട്ടില്ല അല്ലേ. മര്യാദക്കൊരു ഫുഡ് കഴിക്കണം ഇവിടെ വന്നപ്പോഴാണ്. മര്യാദക്കൊരു ഭക്ഷണം കഴിക്കണം ഇവിടെ വന്നപ്പോഴാണ്. അവിടത്തെ കുറഞ്ഞ ഫുഡായിരുന്നു മാത്രമല്ല. വയറിനൊക്കെ പണിയിട്ട് സീനായി പോയി എല്ലാവർക്കും. ഇപ്പൊ സമാധാനത്തോടെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോ ഇനി ഇവിടെ നേരെ വണ്ടി ഇവിടെ എടുക്കാൻ പോയി. ഇനി കിലോമീറ്റേഴ്സ് അല്ലേ, മണിക്കൂറുകൾ പുള്ളി നമ്മൾ നാട്ടിലെത്തിച്ചത്. അപ്പൊ ബാക്കി വിശേഷങ്ങളിലെല്ലാം ഇങ്ങനെ ഫോണിൻ്റെ അകത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ അതേ ഏത് ബ്രോ കാണിച്ചൊരു കാഴ്ച കേട്ടോ. അതെ കണ്ടാ കണ്ടാ അല്ലേ, നല്ല സീനറി ഒന്നും നമ്മളങ്ങനെ മിസ് ചെയ്യാറില്ല അല്ലടാ. പിന്നല്ല ഇതേ നോക്കിയേ, രക്ഷയില്ലടാ. അതിന്റെ മേളിൽ അതൊരു അമ്പലം തോന്നല്ലേ അല്ലേ, ഇതൊരു അമ്പലം. അടിപൊളി കേട്ടാ, ഒന്നും പറയല, അടിപൊളി എന്ന് ചാടി പോയി. അതൊക്കെ വെച്ചിരിക്കണ നോക്കിയേ, താത്തമ്മ കൂടി നോക്കി വല്ലതും കാണോ. ഒന്നും മിണ്ടിയല്ല, വീഡിയോ എല്ലാം ഓഫായി കഴിയുമ്പോഴേ മിണ്ടുള്ളൂ. എടുത്തിട്ടേ ഇരിക്കേണ്ടി വരും. തുറന്നു തുറന്നു തുറന്നു. ഇതെന്താ ഈ റോഡല്ലേ, എല്ലാം റോഡ്. ഇപ്പൊ ഈ റോഡിന് എല്ലാ ടോളിനും 140 രൂപ, എല്ലാം കൂടി 140 രൂപ കൊടുത്താൽ. ഈ റോഡിന്റെ പേര് എല്ലാൻ്റെ എന്ന് പറഞ്ഞ റോഡാണ്. നേരത്തെ ഞാൻ അനിയൻ ചേട്ടനെ പറഞ്ഞു തന്നത്. അപ്പൊ ഇവിടെ മുട്ടിന് ടോളുണ്ട്. അപ്പൊ അതിനകത്ത് വേറെ പ്രത്യേകമൊന്നുമില്ല. ഈ ടോള് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ടോളിൽ കയറി 140 രൂപ കൊടുത്താന്നാ കേട്ടോ പറഞ്ഞത്. എനിക്ക് അറിയാൻ പാടില്ല, അനിയൻ ചേട്ടനൊക്കെ വർഷങ്ങളായിട്ട് വന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ. ഇവരിവിടെ ജനിച്ച് കളിച്ചു വളർന്ന ടീമാണെന്ന് പറയണത്. അപ്പൊ നമ്മടെ എന്റെ പൊന്നു പോനെ ചേർത്തല ചെന്ന് വിഷയം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉള്ള ടൂർ ആദ്യം അകലി കണ്ടിട്ട് കുത്തണം. ഇത് നമ്മുടെ ചേർത്തലയിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഈ 3 പേരെ നോക്കിയാൽ മതി ചേട്ടാ. ചെക്കൻ്റെ കറ കണ്ട. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടതാ.
നല്ലതാണ്. നോക്ക്, ഇതെന്തായാലും നമ്മുടെ ചാനലിന്റെ അകത്ത് അല്ലേ നല്ലതാണ്, ഈ സാധനം ഇടാൻ പറ്റിയല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് കേരളത്തിൽ വന്ന് ആളെ ഇറക്കി നേരെ നമ്മൾ കുറച്ച് പണിയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കേരളത്തിലെ KSRTC സ്റ്റാൻഡ്, KSRTC സ്റ്റാൻഡ് കേരളത്തിലെ കോടതിക്കോലെത്തി കേട്ടോ. കോടതിക്കോലായിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകണം. കാരണം വണ്ടി ഒന്ന് ഗ്രീസ് അടിക്കും, ബ്രേക്ക് സെറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്കുള്ള സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തോട്ട് എങ്ങോട്ടായിരുന്നു, നമ്മുടെ മൈസൂരാണ് ഓട്ടം. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും കുറേ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കണ്ടവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.